അത് അവിടെ അല്ല വെക്കലേ, ഇവിടാണ് വെക്കലേ. അതിലെങ്കിൽ എന്റെ മോനോട് ചോദിച്ചു നോക്ക്. എന്താ ചെങ്ങായി അങ്ങനെ കേടാനിട്ടത്? എന്താ ചെങ്ങായി കിക്ക് മൊത്തം എനിക്കല്ല. ഞാന് 10 റുപ്യ കൊടുത്ത് വാങ്ങിയിട്ട് കിക്ക് ഫുൾ അനക്ക. ഒരു പണിയായി ഇജ്ജ് വലിക്ക് എനിക്കാണ് കിക്ക് വേണ്ടിയത്. ഒരു ഫോൺ ഇത്ര എടുക്കണ്. നല്ല ഫോണാടാ. നല്ല ഫോണാണ്. അതിന്റെ പിന്നെ സിം വരും. അവിടെ പോയിരുന്നിട്ട് സിം ഉരിച്ചു പോണ്ട. അത് ഞാൻ ഊരി വെച്ചു. എടാ ഒരാളവിടെ വരുന്നുണ്ടല്ല, അയാളൊന്നും അവിടെ നോക്കുന്നുണ്ട്. എന്തൊക്കെയാ നിങ്ങൾ കണ്ടീന്നാ എന്റെ ഫോണ് പോയിക്കണ്? ഇല്ല കാക്ക, ഞങ്ങള് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കി. ഫോണ് പോയാലും വേണ്ടില്ല, അതിൽ സിം ഉണ്ട്. സിം ആണെങ്കിൽ നമുക്ക് നിർബന്ധം. കാരണം ഒരുപാട് ഡോക്ടർമാരുടെ നമ്പറൊക്കെ ഉള്ളത്. ആകെ സ്വീപ്പിന്റെ കൊടിയായിരിക്കും. എനിക്ക് സിം കിട്ടിയാ മതിയാ. സിം വേണ്ടേ? തെണ്ടിയാളെ കല്യാണത്തിന് കാറ്ററിംഗിന് പോയ പാചകക്കാരന്റെ മൂളിപ്പാട്ട് കേട്ട് അതിശയം തോന്നിയ വീട്ടുകാർ വേദിയിലേക്ക് വിളിച്ച് ഒരു പാട്ട് പാടിച്ചു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി. കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു കുട്ടുമ്മക്കുട്ടു സുപ്പടിലാല കുട്ടുമ്മക്കുട്ടു 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 സുപ്പടിലാല. കൂടിങ്ങനെ കൂടാൻ കാരണം എന്താണെന്നറിയോ? ആമസോൺ പാളിക്ക് ഓട്ട വീണതാണ്. ഓസംപാളി അതന്നെ. 300 റുപ്യാണ് ഫീസ്. നല്ല ഡോക്ടറാണെന്നാ പറഞ്ഞിട്ട്. എന്നാലും ഞമ്മക്ക് പോകാവില്ലല്ലോ. അതിനൊരു പണിയുണ്ട്. എന്താണ്? എനിക്ക് വയറുവേദന അല്ലേ, എനിക്ക് തലവേദന. അപ്പൊ രണ്ടാൾക്കും ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ. അപ്പൊ ഒരാളെ ഫീസ് കൊടുത്താൽ മതിയില്ലേ? അത് കുഴപ്പമില്ല. വിളിക്കണ്ട് ചെല്ലി. ഇതെന്താ? ഞാൻ വയറിന്റെ പറഞ്ഞപ്പോൾ എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് മരുന്നുകളും തന്നു. എന്നിട്ട് ഇതൊക്കെ കൂടി എത്ര റുപ്യായി? 2500 റുപ്യായി. എന്ത് വേണ്ടേ? 2500 റുപ്യല്ലേ കിട്ടിയതന്നെ.